ഹായ് ഹലോ നമസ്കാരം. മഹാ പോഡ്കാസ്റ്റിൽ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായിട്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ കാനഡയിൽ നോക്കിക്കഴിയുമ്പം കാനഡയിലെ മലയാളികളെ ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ ഇപ്പോൾ ഓടാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കം റൺ വിത്ത് അർജുൻ അല്ലേ എന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ സാരഥി ശ്രീ അർജുൻ പത്മകുമാറാണ് നമ്മളോട് ഉള്ളത്. സ്വാഗതം. ഞാൻ തുടങ്ങാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു അധ്യാപകനായിരുന്നു അല്ലേ? ഈ അധ്യാപനത്തിൽ നിന്ന് ഈ ഓട്ടത്തിലേക്ക് എങ്ങനെ എത്തിയിട്ടുണ്ടാവുക? ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ മീഡിയ പഠിച്ചു, ബാംഗ്ലൂർ മീഡിയ പഠിച്ചിട്ട് എനിക്കൊരു PR കമ്പനിയിൽ ജോലി കിട്ടി 2016. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മഹേഷിന്റെ പ്രതികാര സിനിമ ഇറങ്ങിയത്. അപ്പം അത് ഇറങ്ങിയപ്പോൾ അതിൽ ഇടുക്കി എന്ന് പറഞ്ഞ പാട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ പല തവണ കേട്ടു, 100 കണക്കിന് തവണ കേട്ടിട്ടുണ്ടാവും. അത് കേട്ടപ്പോൾ എനിക്ക് ഇടുക്കിയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നി. അപ്പോഴാണ് ഞാൻ മരിയൻ കോളേജ് കുട്ടിക്കാനത്തിൽ ഒരു ജോലി, അധ്യാപകനെ ആയിട്ട് ഒരു ജോലി വേക്കൻസി കണ്ടത്. അതിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ഇടുക്കി ജില്ലയിൽ പോയി 2 കൊല്ലം ജോലി ചെയ്തു. അപ്പൊ ഇങ്ങനെ തോന്നലുകളെ ചേസ് ചെയ്ത്, പാഷനെ ചേസ് ചെയ്ത് പോകുന്ന ഒരു രീതി ചെറുതായിട്ടും വലുതായിട്ട് ചെയ്യുന്നത് ഒരു പ്രിവിലേജ് ആണ്. എല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്ക് പറ്റുന്ന അവസരത്തിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ തോന്നിയ 30 വയസ്സായപ്പോൾ തോന്നി എന്തെങ്കിലും ഭ്രാന്തമായിട്ട്, ഫിസിക്കലി ഭ്രാന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്തു തുടങ്ങിയ ഒരു സാധനമാണ്. ഒരു മാരത്തോൺ ഓടണം എന്നുള്ളൊരു ഗോളിൽ തുടങ്ങിയതാണ് ഈ ഓട്ടം. 42 കിലോമീറ്റർ ഒരു മാരത്തോൺ ഫിനിഷ് ചെയ്യണം ജീവിതത്തിൽ. പക്ഷെ എന്തുകൊണ്ടോ ഇത് തുടങ്ങി ഓടി വന്നപ്പോൾ ഇതങ്ങ് സ്റ്റിക്കായി. ചില സാധനങ്ങൾ നമ്മളിങ്ങനെ ഭിത്തിയിലേക്ക് ഇങ്ങനെ നമ്മൾ ഒട്ടുന്നൊരു ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുക. ചിലതൊട്ടും ചിലതൊട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് അതുപോലെ ബോൾ എറിയണം. അതാണ് ഇതിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. കൂടുതൽ പേരും ജീവിക്കുന്നത് 1-2 ബോൾ എറിയും, ചിലതൊട്ടും, ഒട്ടിയില്ലെങ്കിൽ ഒട്ടാത്തത് അപ്പോഴേ വിടും, പിന്നെ ഏറ് നിർത്തും. ഒരു 30 വയസ്സ് കഴിഞ്ഞ് ഏറ് നിർത്തിയവരാണ് മനുഷ്യർ മുഴുവനും. അതാണ് ജീവിതത്തിന്റെ പ്രശ്നം. ജീവിക്കുന്നില്ല. ജീവിതം ജീവിക്കാതെ 30 തൊട്ട് 70 വയസ്സ് വരെ ജോലി ചെയ്യുന്നു, കുടുംബം നോക്കുന്നു, അതിലേറ്റവും ബേസിക്കായ ഒരു വട്ടത്തിനുള്ളിൽ നിന്ന് ജീവിക്കുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഞാൻ അതിനകത്ത് ബ്രേക്ക് ചെയ്തു, എല്ലാം തിരുത്തി എന്നല്ല പറയുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഓട്ടത്തിലോട്ട് എത്തിയത്. ഓക്കെ, ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? അതായത് ഇപ്പം ഏതൊരാൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഇപ്പം പല ആൾക്കാരും, ഇപ്പം നമ്മളോടൊക്കെയുള്ള പല ആൾക്കാരും പല ന്യൂ ഇയർ റെസൊല്യൂഷൻസും ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെയല്ലേ? എടുക്കും. ചിലപ്പം നമ്മൾ ജിമ്മിൽ പോകും, അവിടെ മെമ്പർഷിപ്പ് എടുക്കും, ആനുവൽ ഫീ എല്ലാം കൊടുക്കും. ഏറിയ ഒരു 10 ദിവസം അല്ലെ 15 ദിവസം, ഇനി അങ്ങേയറ്റം പോയ 1 മാസം. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പലർക്കും പോകാൻ പറ്റാറുള്ളൂ. പക്ഷെ ഇതിപ്പോ കഴിഞ്ഞ ഒരു, എനിക്ക് തോന്നുന്നു ഓടുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതിനകത്തിലൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് വർക്ക് ചെയ്യുന്നത് ഇത് ഗെയിമിഫൈ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. എന്ത് സാധനമാണെങ്കിലും മനുഷ്യന് എപ്പോഴും എന്റർടൈനിങ് ആക്കി കഴിഞ്ഞാൽ, മിനി ഗോൾസ് വെച്ച് എന്റർടൈനിങ് ആക്കി കഴിഞ്ഞാൽ ഓരോന്ന് ചേസ് ചെയ്യാൻ പറ്റും. ഓരോ ലെവല് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ മുന്നിൽ തന്നെ. ഓട്ടത്തിൽ അതൊരു ഭയങ്കര സ്കോപ്പാണ്. കാരണം നിങ്ങൾക്ക് എന്ത് രീതിയിലെടുത്താലും ഗോൾസ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ 5 കിലോമീറ്റർ ഞാൻ ഓടി തുടങ്ങിയപ്പോൾ ഞാൻ 40 മിനിറ്റ് 45 മിനിറ്റിലായിരുന്നു ഓടുന്നത്. അതെനിക്ക് 44 ആക്കാം, 40 ആക്കാം, 35 ആക്കാം. ഇങ്ങനെ എനിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഗോൾസ് ആണ്. എനിക്ക് ഒരു സമയത്ത് ഓടാൻ പറ്റുന്ന ദൂരം 10 കിലോമീറ്റർ ആയിരുന്നു. അത് 15 ആക്കാം, 20 ആക്കാം, 25 ആക്കാം. ഇങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്ത് ചേസ് ചെയ്താണ് ഞാൻ ഇതിൽ മെയിൻറ്റെയിൻഡ് ആയത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിൽ മിനി ഗോളുകൾ കണ്ടുപിടിക്കുക, മിനി ചെക്ക് പോയിന്റ്സ് വെക്കുക. റണ്ണിങ് ആണെങ്കിൽ റണ്ണിങ് റേസുകൾ ഒരു ഓപ്ഷനാണ്, അത് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ആയതും കണ്ടിന്യൂ ആയതും. 3 വർഷം ഇത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ച് തുടങ്ങിയത്. അപ്പൊ എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായി, ഇത് ഞാൻ എറിഞ്ഞത് ഒട്ടിയ സാധനം അല്ലെ. ഞാനിത് സംസാരിച്ച് തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വേറൊരു പരിപാടിയുടെ പറയാം. അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടാത്ത ഒരുപാട് ഗോളുകളുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ മിനി ഗോളുകൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ ജിം ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കൺസിസ്റ്റൻസി ഗോൾസ് അറൗണ്ട്. ഇപ്പം വെയിറ്റ് ലോസിന്റെ ഒരു ഗോൾ ആകാം, 1 കിലോ ഇത്ര നാൾ കൊണ്ട് 5 കിലോ കുറയ്ക്കണം എന്നൊരു ഗോൾ ആക്കാം. അതിനെ ചേസ് ചെയ്യാം. 3 കുറഞ്ഞാലും 5 ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്നൊരിതുണ്ട്. ഇപ്പം ഞാൻ 42 ഓടാൻ ട്രെയിൻ ചെയ്യുമ്പോൾ അത് ട്രെയിൻ ചെയ്യുന്ന വഴിക്ക് നമ്മൾ 10 ഓടും, 20 ഓടും, 25 ഓടും. അതിലെല്ലാം ഓരോ ലെസൺസ് ഉണ്ട്. ജീവിതം പഠിക്കുകയാണ്. ബേസിക്കലി റണ്ണിങ്ങിലേക്ക് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ റണ്ണിങ് ഫിസിക്കലിനെ കാട്ടി കൂടുതലും മെന്റലാണ്. ശരിക്കും ഒരു മാരത്തോൺ ഓടുന്നത് അൺഹെൽത്തിയാണ്. ഒരു 42 കിലോമീറ്റർ ഒരാള് ഓടുക എന്ന് പറയുന്നത് ആ ശരീരത്തിന് അത് നല്ലതല്ല. ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. അത് ഓവർ ദ ബോർഡാണ്. അതിന്റെ ആവശ്യമില്ല ഒരാൾക്കും അല്ല മിക്ക ആളുകൾക്കും. പക്ഷെ അത് ചെയ്യുന്നത് മൈൻഡിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. അപ്പൊ അത് ചെയ്തു തുടങ്ങിയപ്പോൾ 42 കിലോമീറ്റർ ഓടാനുള്ള ട്രെയിനിങ്ങിൽ ജീവിതം തന്നെയാണത്. അതിലേക്ക് നമുക്ക് എത്താം. പക്ഷെ സോറി, ആ ചോദ്യത്തിൽ ഞാൻ ഒത്തിരി അപ്പം
ഈ മാരത്തോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ് ഇതിന്റെ ട്രെയിനിങ്ങിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ ബേസിക്കലി നമ്മളെല്ലാം സ്മാർട്ട് ഫോണിലാണ്, എല്ലാം വളരെ പെട്ടെന്നാണ്. ഇപ്പൊ ഇന്ത്യയിലൊക്കെയാണ് 5 മിനിറ്റ് ഡെലിവറി ആണ്. ഇവിടെ അത്രയില്ല, കാനഡയിൽ അത്രയില്ല. പക്ഷെ എന്നാലും നമ്മളാണെങ്കിലും ഇപ്പോൾ ഊബർ ഈറ്റ്സ് ഫുഡ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താലും ഫുഡ് വരും. നമുക്ക് അതിനുവേണ്ടി പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞ കെമിക്കൽ റിലീസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കുമ്പോൾ വരുന്ന നല്ല ഭക്ഷണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടി വരുന്നില്ല. ഊബർ ഈറ്റ്സിൽ 2 ക്ലിക്ക് ചെയ്ത സാധനം വീട്ടിൽ വരും. കപ്പ് ബിരിയാണി വേണമെങ്കിൽ വീട്ടിൽ കിട്ടും. അതിൽ കഴിച്ചാൽ നമുക്ക് ഡോപ്പമീനായി. പക്ഷെ അങ്ങനെ ഇൻസ്റ്റന്റ് ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ അതൊരു ചീപ്പ് ഡോപ്പമീനായിട്ട് മാറും. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാത്തതുകൊണ്ട് മെന്റൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നില്ല. മെന്റലി മനുഷ്യൻ ഇങ്ങനെ ഒരു കംഫർട്ടിലേക്ക് ചുരുങ്ങുക. അപ്പം കൂടുതൽ അത് ചെയ്യും തോറും നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള മൈൻഡ് കുറഞ്ഞു വരും. അപ്പോൾ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, പെട്ടെന്ന് ഡ്രഗ് അഡിക്ട്സ് ആവും നാട്ടിലെന്നൊക്കെ പറയുന്നു, ഡ്രഗിന്റെ പ്രശ്നങ്ങൾ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇവർ ചെറുപ്പം തൊട്ടേ എല്ലാം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിട്ട് ഒന്നിനു വേണ്ടിയും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പണിയെടുത്ത് ഡോപ്പമീൻ നേടാൻ അതിലും ഭേദം ഈസി ഡ്രഗാണ്. ഡ്രഗ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഡോപ്പമീൻ ഉണ്ട്, അതിലേക്ക് പോകുന്നു. അപ്പോൾ അതെല്ലാം ലെസൺസ് ആണ് ഇത് ചെയ്യുമ്പോൾ. ആൻഡ് അതൊക്കെയാണ് എന്നെ ഇതിൽ പിടിച്ചു നിർത്തിയത്. ഈ മിനി ഗോളുകളും അതിൽ കൂടെയുള്ള ലെസൺസുമാണ്. ഓക്കെ, എന്ത് ഓടാമെന്ന് വിചാരിച്ച ലൈക്ക് വേറെ നമുക്കിപ്പം ഇപ്പം ഹെൽത്തി ആവുക അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം നമുക്ക് ജിമ്മിൽ പ്രത്യേകിച്ച് കാനഡ പോലുള്ള സ്ഥലത്ത് ഈ വെതറിൻ്റെ ഒക്കെ ഭയങ്കര ചലഞ്ചസ് ഉണ്ടല്ലോ. അപ്പോൾ മോസ്റ്റ്ലി ഒരു ഇൻഡോറായിട്ട് നിൽക്കാതെ ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി ഓടാമെന്ന് തോന്നിയൊരു ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്തായിരുന്നു? അതിന്റെ കാരണം ഈ മാരത്തോൺ ആണ് മെയിനായിട്ട്. ഞാൻ ഏതൊക്കെയോ റീൽസിൽ എനിക്കൊന്ന് കോവിഡ് സമയത്ത് ഓട്ടം ഭയങ്കരമായിട്ട് കയറി വന്നു. ജിമ്മൊക്കെ പൂട്ടിയപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഈ ഓട്ടമായിരുന്നു. അപ്പോൾ അത് ആളുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഇവിടെ കാനഡയിലാണ്ട് നമുക്ക് ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സാധനം കൊള്ളാം. 42 കിലോമീറ്റർ ഒരു മീനിങ് ഫുൾ സാധനമാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല കേട്ടോ. അന്നേരം എനിക്കെന്ന് പറഞ്ഞാൽ ഞാനിത് 3 വർഷം മുമ്പ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1 കിലോമീറ്റർ തികച്ചോടാൻ പറ്റത്തില്ല. അതിനുള്ള ശാരീരികമായ കപ്പാസിറ്റി ഇല്ല, മെന്റലി തീരെ കപ്പാസിറ്റി ഇല്ല. ഞാൻ ജീവിതത്തിൽ ഓടിയിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്പോർട്സ് ഡേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വെറുപ്പായിരുന്നു. കാരണം ഈ സ്പോർട്സ് ഡേ എന്ന് പറയുമ്പോൾ അന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ഇതൊരു ഒരു ഒരു ഹീറോയിക് കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആൺകുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു, ജയിക്കുന്നു. അപ്പോൾ പെൺകുട്ടികളുടെ മുമ്പിൽ നമ്മൾ അതിൽ ജയിക്കുന്നവരിങ്ങനെ ഒരു ഹീറോയിക് കോൺസെപ്റ്റിലേക്ക് പോകുന്നു. നമുക്കപ്പോൾ ഒരു ചെറിയ നാണക്കേടുണ്ട്, ഒരു ചമ്മലുണ്ട് ഇതിലൊന്നും പങ്കെടുത്ത് ജയിക്കാൻ പറ്റാത്തതിന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്പോർട്സ് ഡേ വെറുപ്പായിരുന്നു. കാരണം എനിക്ക് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇതിൽ കഴിവില്ലാത്തതുകൊണ്ട്. സ്കൂളിലൊന്നും ഒരു സ്പോർട്സും ഇല്ല, ഒന്നുമില്ല. വർഷത്തിന് മുന്നേ ഓട്ടോ ഇല്ല. ഈ 3 വർഷം ഓട്ടോ ഇല്ല, ഒരു സ്പോർട്സും ഇല്ല, ഒന്നുമില്ല. 3 വർഷം മുമ്പേ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ 42 കിലോമീറ്റർ ഓടി തീർത്താൽ എനിക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവും, രസം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് അത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഓട്ടം തുടങ്ങുന്നത്. പക്ഷെ ഞാൻ തുടങ്ങിയത് സമ്മറില്ല. അന്ന് ഞാൻ വിന്ററിലോടൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. സമ്മറിൽ രസമുണ്ട്, പുറത്ത് കാഴ്ചകളുണ്ട്, കാണാൻ ഓടാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അല്ല, ഇതിന് വേറെ ആസ്പെക്റ്റിൽ ചോദിക്കുവാണെങ്കിൽ ഇപ്പം എന്തായാലും ഓടി അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ കയറുന്നുണ്ട്. എന്നാൽ ആ ഫോളോവേഴ്സിനെ കൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണോ ഫുൾ ലെങ്ത്തിലും ഓടിയേക്കാന്ന് വിചാരിച്ചു? ഈ കണ്ടിന്യൂ മീൻസ് ഫോളോവേഴ്സും വരുന്നുണ്ട്, എന്നാൽ ഇപ്പം വിന്റർ ആയിട്ടും ഓട്ടം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. വിന്ററിലും ഈ ബുദ്ധിമുട്ടിലും എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തുടങ്ങിയ സമയത്ത് തന്നെ പേജും സ്റ്റാർട്ട് ചെയ്താണ് ഓടി തുടങ്ങിയത്? അല്ലല്ല, പേജ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബർ 30 പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2024 നവംബർ 30. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ 2 മാരത്തോൺ ഓൾറെഡി ഓടിക്കഴിഞ്ഞു. പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞാൻ പിന്നെ നാട്ടിൽ പോയി. കഴിഞ്ഞ ഓഗസ്റ്റ് വരെയൊക്കെ പേജിൽ 2000-3000. അപ്പോഴും ഇതിനകത്ത് സംഭവിച്ചൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഓടുന്ന ഓട്ടത്തെപ്പറ്റി പാഷനേറ്റ് ആയ നാട്ടിലെ കുറേ മലയാളികൾ നമുക്ക് കണ്ടെത്താൻ പറ്റി. ആ 2000 പേരിൽ നല്ല ഓട്ടക്കാരുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി, ഒരു ബന്ധം ഉണ്ടാകാൻ പറ്റി. അങ്ങനെ ഒരുപാട് പ്രയോജനം ഉണ്ടായി. ക്വാളിറ്റി ഒരു ഓഡിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഇത് ഗ്രോ ചെയ്ത് തുടങ്ങിയത് കഴിഞ്ഞൊരു ഓഗസ്റ്റ് മുതലാണ്. പക്ഷേ ഈ ബ്രോ ചോദിച്ച ചോദ്യത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ്, ഇപ്പൊ ക്രിയേഷൻ എന്നെ ഒരു പരിധി വരെ ഓടാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം കഴിഞ്ഞ വിന്ററിൽ ഞാൻ ഭയങ്കരമായിട്ട് ഓട്ടം കുറച്ചു. കഴിഞ്ഞ വിന്ററിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ എല്ലാം കൂടെ ഞാനൊരു 150 കിലോമീറ്റർ ഓടിക്കണം. ഞാൻ കമ്പയർ ചെയ്യുന്നതും സമ്മറിൽ ഞാൻ ഓടുന്നത് ഒരു മാസം ഒരു 150 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് 3 മാസം 150 ഓടിയുള്ളൂ. അപ്പൊ 1/3 ആയി ഓട്ടം. ഈ വർഷം പക്ഷേ എനിക്കറിയത്തില്ല ഇത് ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കങ്ങ് തോന്നുവാണ്, ഞാൻ ഓടുന്നത് കണ്ട് ഓടാൻ ഇൻസ്പയർ ആവുന്ന ആരൊക്കെയോ ഉണ്ട്. ഞാൻ ഓട്ടം നിർത്തിയാൽ അവരും നിർത്തും, അല്ലെങ്കിൽ അവർ പിന്നോട്ട് പോകും. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഇന്ന് ഞാൻ ഇറങ്ങി. ഇപ്പൊ ഞാൻ ഈ വർഷം ആലോചിക്കുന്ന 2026 എല്ലാ ദിവസവും 1 മൈൽ 1.5 കിലോമീറ്റർ എങ്കിലും എല്ലാ ദിവസവും ഓടുക എന്നാണ്. അപ്പൊ അതിനുവേണ്ടി എന്നും സ്റ്റോറി ഇടുന്നുണ്ട്.
അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഒരു പരിധി വരെ ഈ ക്രിയേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ രണ്ട് രീതിയിൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. ആരോഗ്യത്തിന് ഞാൻ ഓടുന്നു, അതുപോലെ ക്രിയേഷൻ നടക്കുന്നു. നമ്മളിങ്ങനെ ഓടുന്നു, കുറെ പേര് നമ്മുടെ കൂടെ ഇങ്ങനെ കൂടുന്നു. മോറോലെസ് മെന്റലി അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഇതിനെ പറ്റി. ഈ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടാകണമല്ലോ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. സോ ആദ്യമായിട്ട് എടുത്ത എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അതും, പിന്നെ അതിനുശേഷം ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും എക്സ്ട്രീം ഡിഫിക്കൽട്ടീസും എന്തായിരുന്നു? ഏറ്റവും ആദ്യം ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കാണുന്ന ഒരാൾക്ക് ഇതുവരെ ജീവിതത്തിൽ ഓടിയിട്ടില്ല, നിങ്ങൾ നാളെ രാവിലെ ഓടാൻ തുടങ്ങുകയാണ്, അതേ മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലുമാണ് ഞാൻ തുടങ്ങിയത്. അത്രേ ഉള്ളൂ. വേറെ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഓരോ ഓട്ടക്കാരെ അറിയില്ല, ഒന്നും അറിയില്ല. ഞാനൊരു ദിവസം രാവിലെ ഇതുപോലെ ഓടാം എന്ന് പറഞ്ഞിട്ട് എത്ര നേരം ഓടാൻ പറ്റും നോക്കാം, ഒരു ഷൂ ഇടുന്നു, ഓടി തുടങ്ങുന്നു. ഒരു ദിവസം ഓടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് തീരെ പറ്റുന്നില്ല. കാരണം ഒരു 2 മിനിറ്റൊക്കെ ഓടിയപ്പോൾ തന്നെ അണച്ച് ചുമച്ച് വല്ലാതെ വിഷമിച്ച്. പിന്നെ തൊട്ടാണ് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പലയിടത്ത് തപ്പി ഇതിലെ ഓരോ കോൺസെപ്റ്റുകൾ, ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പഠിച്ച കുറേ കാര്യങ്ങൾ കുറേ അധികം പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതിലൂടെ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് അറിയുന്ന സന്തോഷമുണ്ട്. പക്ഷേ ഇതാണ് തുടങ്ങിയപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, ആൻഡ് ഇൻഫർമേഷൻ തപ്പിപ്പോണമായിരുന്നു. അപ്പോൾ അങ്ങനെ തപ്പിപ്പോയി പല യൂട്യൂബ് വീഡിയോ കണ്ട്, പലതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, പല ഇൻസ്റ്റഗ്രാമിലെ ക്രിയേറ്റേഴ്സിൻ്റെ കോണ്ടന്റ് കണ്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. ഇതിനകത്തിൽ എന്തൊക്കെയോ അറിയാമോ അതല്ല. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് ചോദിച്ചാൽ ഇതൊരു ലീനിയർ പാത്ത് അല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 50 ദിവസം 5 കിലോമീറ്റർ വെച്ച് ഓടി, അപ്പോൾ എനിക്ക് 50x5 ഗുണം കിട്ടുന്ന ഒരു പ്രോസസ്സല്ല ഇത് മേലോട്ടും താഴോട്ടും ഒക്കെ പോകും. അപ്പോൾ മെൻ്റലി ഇതിൽ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തെ ഒരു പ്രശ്നം ഇതാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷന് സംഭവിക്കുന്നത്. ആളുകൾ മോട്ടിവേഷൻ്റെ പീക്കിലെത്തുമ്പോൾ 10 ദിവസത്തേക്ക് അവർ ഏറ്റവും ആക്റ്റീവായിട്ട് ചെയ്യും. ഇന്നാണ് ശരിക്കും 17-ാം തീയതി എന്തുവാണ് ക്വിറ്റേഴ്സ് ഡേ, ഇന്നത്തേക്കാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാം നിർത്തുന്നത്. അപ്പോൾ ഈ 17 ദിവസം ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻ കെട്ടടങ്ങി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടാം. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതിൽ നമ്മൾ എക്സൈറ്റഡ് ആയി തുടങ്ങി കയറി 2 ആഴ്ച 3 ആഴ്ച കത്തിച്ചു, പിന്നെ ഇത് ചെയ്യാതിരിക്കാനുള്ള റീസൺസ് ആണ് കൂടുതൽ. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇതിൽ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ ഈ ഓട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇത് പരിപൂർണ്ണമായിട്ടും ഹെൽത്തി അല്ല എന്നൊരു കാര്യം പറയുന്നുള്ളൂ. ഇപ്പം കാര്യം പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുന്നു, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബോഡി പാർട്സും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഓടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തേയ്മാനം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും, അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ഉണ്ടാവാതിരിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിന്യൂസ് ഓടുമ്പോൾ ഉണ്ടാവില്ലേ? ഓക്കെ, ഒരു കാര്യം തിരുത്തേണ്ടത്, ഞാൻ പറഞ്ഞ ഒരു മാരത്തോൺ 40 കിലോമീറ്റർ ഒരു ദിവസം ഒറ്റ സ്ട്രെച്ചിൽ ഓടുന്നതാണ് അൺഹെൽത്തി അല്ലാത്തത്. ഒരു 20 കിലോമീറ്റർ വരെയൊക്കെ അതിന് പ്രൂവൺ ബെനിഫിറ്റ്സ് ഉണ്ട്, റിസർച്ചിൽ കൂടെ തെളിയിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പക്ഷേ ലോകത്തിലെ പ്രശ്നം, ഒരുപാട് പേര് ഓടുന്നതിലും കൂടുതൽ പേര്, അതായത് എയറോബിക് എക്സസൈസ് ചെയ്യുന്നതിലും കൂടുതൽ പേര് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകത്ത് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നതിൻ്റെ, അസുഖം വരുന്നതിൻ്റെ കാരണം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രശ്നം ഈസ് കാർഡിയാക് സ്ട്രെങ്ത് ഇല്ലാത്ത. ഈ ഓട്ടം ഓടിയാൽ നിങ്ങളുടെ കാർഡിയാക് സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതാണ് ഇപ്പം നാട്ടിലെ എനിക്ക് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, നാട്ടിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ്. പക്ഷെ അവരോട് എനിക്ക് ഉള്ള ഒരു എതിർപ്പിൻ്റെ ലൈൻ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ, അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു 6 പാക്ക് അല്ലെങ്കിൽ ഭയങ്കര മാസ്കുലിനായ വിഷ്വലി എസ്തെറ്റിക്കലി പ്ലീസിങ് ആയ ഒരു ബോഡിയാണ് അവർ ഹെൽത്തി എന്നുള്ള രീതിയിൽ പ്രസൻറ്റഡ് ആകുന്നത്. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. പക്ഷേ ഇത് കാണുന്ന 10ാം ക്ലാസ്സുകാരൻ വിചാരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ആയാലാണ് എനിക്ക് നല്ലത്. പക്ഷെ അതിൽ പലർക്കും 10 മിനിറ്റ് തികച്ച് ഓടാൻ പറ്റത്തില്ല. ഞാനിത് ഓടാൻ പറ്റുന്നതുകൊണ്ട് പറയുമല്ല, എനിക്ക് സ്ട്രെങ്ത്തിൽ ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ട്, എനിക്ക് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര വീക്കാണ്. പക്ഷേ ഈ എയറോബിക്കിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് പേര് വീക്കാവുന്നത്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും ലൈഫ് ലോങ് ഇഷ്യൂസ് എല്ലാം മാറ്റാൻ പറ്റും. അത് ശാരീരികമായിട്ടുള്ളത് ഒരു ലെവലിൽ, മറ്റൊരു ലെവലിൽ മെൻ്റൽ ബെനിഫിറ്റ്സ് ഇതിൻ്റെ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, മൈൻഡിൻ്റെ സ്ട്രെങ്ത് ഭയങ്കരമാണ്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഓടി തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഈ ജിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് ഈ വാച്ചിൽ എനിക്ക് കാണാട്ടെ ടൈം അണ്ടർ ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബൈസെപ്പ് കോൾ ചെയ്യുമ്പോൾ 20 സെക്കൻഡ് ആണ് എന്ന് വെച്ചോ നിങ്ങൾ എക്സേർട്ട് ചെയ്യുന്നത്, അതെല്ലാം കൂടെ കൂട്ടിപ്പെറുക്കി 1 മണിക്കൂർ ജിം ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും എക്സോഷൻ ടൈം, ആക്ച്വൽ എക്സോഷൻ. ബാക്കി റെസ്റ്റും നടത്തവും പിടുത്തവും ഒക്കെ ആയിരിക്കും. ഓട്ടത്തിൽ 15 മിനിറ്റ് ഓടിയാൽ 15 മിനിറ്റും കംപ്ലീറ്റ് എക്സേഷനാണ്.
ശരീരവും മനസ്സും, അതായത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, എസ്പെഷ്യലി തുടക്കക്കാരാണെങ്കിൽ ഓടുമ്പോൾ നിർത്താൻ, വീട്ടിൽ പോകാൻ മതി, വയ്യ എന്ന് തോന്നും. അതിനോട് നോ പറഞ്ഞ് മുന്നോട്ട് പോയാലേ പറ്റൂ. അല്ല, ഇപ്പോൾ ഒരു ആവറേജ് ഒരാൾ ഒരു എത്ര കിലോമീറ്റർ ഓടുന്ന ഒരു റെക്കമെൻഡഡ് കിലോമീറ്റർ പറയാനാണെങ്കിൽ പറയാൻ പറ്റുന്നത്? കിലോമീറ്റർ തുടങ്ങുന്ന ഒരാൾക്ക് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റൻസ് മറക്കുക. ടൈം ഓൺ ഫീറ്റ് എന്നൊരു ആദ്യത്തെ ഒരു 3 മാസം ടൈം ഓൺ ഫീറ്റ് എന്നൊരു കോൺസെപ്റ്റ് മാത്രം നോക്കുക. നിങ്ങൾ ദൂരം മറക്കുക, എത്ര നേരം നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് 30 സെക്കൻഡ് ആയിരിക്കും. 30 സെക്കൻഡ് ഓടുക, 2 മിനിറ്റ് നടക്കുക, 30 സെക്കൻഡ് ഓടുക, 2 മിനിറ്റ്, അങ്ങനെ 5 തവണ ചെയ്യുക. നാളെ അത് 6 ആക്കാൻ നോക്കുക. അതാണ് അവിടുത്തെ പ്രോഗ്രസീവ് ഓവർലോഡ്. അത് ഒരാഴ്ച കഴിയുമ്പോൾ 8 ആക്കാൻ നോക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ബോഡി അഡാപ്റ്റ് ആയിട്ട് എത്തും. പിന്നെ ഒരു ഐഡിയൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആഴ്ചയിലൊരു 3 ദിവസം 20-25 മിനിറ്റ് വെച്ച് ഓടാമെങ്കിൽ അത് ഹ്യൂജ്ലി ഇമ്പ്രൂവ് ചെയ്യും നിങ്ങളുടെ ഹെൽത്ത്, മെന്റൽ എല്ലാം. പിന്നെയൊക്കെ ഒരു മാരത്തോണൊക്കെ ചേസ് ചെയ്യാനുള്ള ഒരു മൈൻഡിന് ഒരു ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചേസ് ചെയ്യാൻ ഒരു ഗോളാണ്, രസമാണ് അത് ചേസ് ചെയ്യാൻ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അത് ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ്. അതാണ് ഇപ്പോൾ ഒരുപാട് പേര് മാരത്തോണിനൊക്കെ സൈനപ്പ് ചെയ്യുന്നത്. ഇപ്പം നാളെ, അതായത് ഇന്ന് സൺഡേ ആണ് മുംബൈ മാരത്തോൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് പങ്കെടുക്കുന്ന റേസാണ്. ഈ വർഷം 10,000-ൽ കൂടുതൽ ഫിനിഷേഴ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു റേസിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഭിത്തിയിൽ എറിയുക, ഇത് നിങ്ങൾക്ക് എറിയേണ്ട ഒരു ഉണ്ടെങ്കിൽ എറിയുക ആൻഡ് ട്രൈ ഇറ്റ്. ഞാൻ ഈ ഓട്ടം ഓടിക്കൊണ്ടിരുന്നതാണ്. നേരത്തെ ഓടുമായിരുന്നു, പിന്നെ ഇപ്പോൾ ജിമ്മിലേക്ക് മാറി. ഓടിയ സമയത്ത് എനിക്ക് നല്ല വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് സ്ട്രെങ്ത് കുറവുള്ള പോലെ, ഹെൽത്ത് ഉണ്ടെങ്കിൽ കൂടെ ആരോഗ്യ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. സോ വെൻ ഐ സ്റ്റോപ്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ജിം, ഇത് നേരെ തിരിച്ചായി. കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് വരുന്ന പോലെയോ മസിൽ വരുന്ന പോലെയോ അതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ആരോഗ്യം ഭയങ്കരമായിട്ടുള്ള പോലെ തോന്നുന്നു. ഇപ്പോൾ എൻ്റെ ഒരു 20s ആരോഗ്യം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ആരോഗ്യം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഇത് ഹാം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ആരോഗ്യം എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി സംഭവിച്ചിട്ടുണ്ടാവുക ഓട്ടത്തിൽ ലോഡ് കൂട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരാൾക്ക് പുഷ് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു കാറിലൊരു RPM ഒരു റെഡ് ലൈൻ ഉള്ള പോലെ ഒരു മനുഷ്യൻ്റെ ഒരു റെഡ് ലൈൻ ഉണ്ട്. ഓട്ടത്തിൽ ആ റെഡ് ലൈൻ പുഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മളുടെ ഒട്ടുമിക്ക ആളുകളുടെ റെഡ് ലൈൻ വളരെ താഴെ. കാരണം അത് ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കപ്പാസിറ്റി വെച്ചിട്ടാണ് റെഡ് ലൈൻ വരുന്നത്. കപ്പാസിറ്റി കുറവുള്ള ഒരാൾ ഓടി തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് വളരെയധികം എക്സേർട്ട് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ബോഡി റിക്കവർ ആവില്ല. റിക്കവർ ആവാത്തപ്പോൾ ടയേർഡായിരിക്കും, ഫുൾ ടൈം ആരോഗ്യമില്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ റെഡ് ലൈൻ വലുതായി വരും. ഈ റെഡ് ലൈൻ ഇമ്പ്രൂവ് ചെയ്യും തോറും നിങ്ങൾക്ക് ഡബിൾ ആരോഗ്യം തോന്നും. പിന്നെ ഈ മസിൽ മാത്രം ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഹാർട്ട് ഒരു മസിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ കംപ്ലീറ്റ് പോയി. ഓൾഡ് ഏജിൽ ഈ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്ത് ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. രണ്ടാമത് അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് കാർഡിയാക് സ്ട്രെങ്ത് അല്ലെങ്കിൽ എയറോബിക് സ്ട്രെങ്ത്. ഇത് രണ്ടും ഒരുമിച്ചുള്ളതാണ് ഏറ്റവും ഐഡിയൽ. ഒരെണ്ണത്തിൽ സ്ക്യൂഡായിട്ട് ഇംബാലൻസിൽ ഗ്രോത്ത് ഉണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സിൻ്റെ ഒരു ഒപ്റ്റിമൽ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അൾട്ടിമേറ്റ് ഹെൽത്ത് വരുന്നത്. ഇതിന് പ്രായം കൂടുന്നതോറും ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടി വരും. അവിടെയാണ് കാർഡിയാക് ബേസിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അതാണ് ഇപ്പം ഈ ജിമ്മിൽ പോകുന്നവർക്ക് അവരേറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് ചീറ്റ് ഡേ എന്ന് പറയുന്നത്. ഇതിലൊരു ചീറ്റ് ഡേ ഉണ്ടോ? ഇതിൽ എല്ലാ ദിവസവും ചീറ്റ് ഡേ ആക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഇല്ല, ഓട്ടത്തിന്റെ ഒരു പ്രയോജനം ഫണ്ണിയായിട്ട് ഞാൻ പറയാം. പക്ഷേ ഇഷ്ടം പോലെ കഴിക്കാം. കാരണം ഇന്ന് ഞാൻ 5 കിലോമീറ്റർ ഓടി, 5.55 കിലോമീറ്റർ ഓടി. ഞാനൊരു 300-400 കാലറി ബേൺ ചെയ്തിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഞാൻ 20 മിനിറ്റ് 25 മിനിറ്റ് ഓടി 300 കാലറി ബേൺ ചെയ്തു. ജിമ്മിൽ പോയി നിങ്ങൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾ അത്രയും ബേൺ ചെയ്യില്ല. അവിടെയാണ് കാര്യം. അപ്പം റണ്ണിങ് ഭയങ്കര കാലറി ഇൻറ്റൻസ് ആണ്. അപ്പം കൂടുതൽ ബേൺ ചെയ്തവർ കൂടുതൽ കഴിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചിക്കൻ ആൻഡ് റൈസ് ഒരു ഫുൾ പാത്രം വാങ്ങിച്ചിട്ട് അത് മുഴുവൻ കഴിച്ചിട്ട് ഞാനിപ്പോൾ വരുന്നത്. പക്ഷേ എനിക്ക് ഗിൽറ്റ് വേണ്ട. കാരണം എൻ്റെ കലോറിക് എക്സ്പെൻഡിച്ചർ കൂടുതലായതുകൊണ്ട് എനിക്ക് കൂടുതൽ കഴിക്കാം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഓടുന്നത്. 2 ജിമ്മിൽ പോകുന്നവർ അളന്ന് മുറിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ കലോറിക് എക്സ്പെൻഡിച്ചർ അത്രയും സോളിഡ് അല്ല, അത്രയും ഹൈ അല്ല. അപ്പം നിങ്ങൾക്ക് കഴിക്കാനുള്ളത് ഔട്ട്പുട്ട് കുറവാണെങ്കിൽ ഇൻപുട്ടും കുറയണം. ആ ഇൻപുട്ട് കട്ട് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഒരു ചീറ്റ് ഡേ എന്നൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ ജനറലി പ്രോട്ടീൻ, കാർബ്, ഫാറ്റ് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതൊരു ശീലമാകുന്നതാണ് നല്ലത്. കാരണം ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ 99% ഡേയ്സും നിങ്ങൾ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുക.
അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും കുറച്ച് കഴിയുമ്പോൾ, അങ്ങനെ ഇത് ബ്രേക്ക് ആവുന്നതാണ് കൂടുതൽ പറയാൻ പ്രശ്നം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിന് ശേഷം ഭയങ്കര ഒരുപാട് ഫോളോവേഴ്സ് കൂടി. എനിക്ക് തോന്നുന്നു 1,00,000 മേളിൽ. ഇപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 1,13,000 ഫോളോവേഴ്സ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഇത് ഈ ട്രെൻഡാണോ? അപ്പം ഈ ആൾക്കാരുടെ ഒരു ഫിറ്റ്നസ്സിനോടുള്ളൊരു ഇത് കൂടി വരുന്നതാണോ? ഇതൊരു ട്രെൻഡാണോ? എന്താണ് ഇതിൻ്റെ ആ ഒരു ഫോളോവേഴ്സ് ഈ ഓഗസ്റ്റിന് ശേഷം ഇത്രയും കൂടാനുള്ളൊരു? അതുവരെ എനിക്ക് തോന്നുന്നു 4,000, ഞാൻ ആ പോസ്റ്റ് കണ്ടതിൽ 4,000 താഴെയാണ്. പെട്ടെന്ന് പോസ്റ്റ് ഇത് കൂടി ഒരു 1,00,000 പോകുന്നു. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ആൾക്കാർ ഈ ഫിറ്റ്നസ്സിലേക്ക് കൂടുതൽ താല്പര്യപ്പെട്ട് വരുന്നതാണോ, അതോ ഏതെങ്കിലും? അല്ല, എൻ്റെ ഒരു ആഡ് ഓൺ ചെയ്തൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്ലാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞൊരു പോസ്റ്റിൻ്റെ താഴെ പ്ലാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കരമാണ്. ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് പ്ലാൻ വേണം പ്ലാൻ വേണം പറഞ്ഞു. പോസ്റ്റില് വെള്ളിയാഴ്ച 15,000 കമന്റ് ഉണ്ട്. 15,000 ആൾക്കാർ ഈ പ്ലാൻ വേണമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിരിക്കുക. അത് ജനുവരി പ്രത്യേകത കൊണ്ടാണോ? അതിനൊരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ജനറലി ഇത് ഞാൻ കോണ്ടന്റിന്റെ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ജനറലി ആളുകള് ഇപ്പത്തെ കാലത്ത് 2025-26 പണ്ടെന്നൊക്കെ പറഞ്ഞാല് ആളുകൾ ചുമ്മാ ഫോളോ ചെയ്യുന്നതിന് ആളുകൾക്ക് ഒരു പിടുത്തമൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ആളുകൾ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള ക്രിയേറ്റേഴ്സിന് പോലും അത് ഫോളോവറിലേക്കുള്ള കൺവേർഷൻ ഭയങ്കര മിനിമലാണ്. അതിന്റെ കാരണം വാല്യൂ ക്രിയേഷൻ ആണ്. ഈ വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഇവന്റെ അടുത്ത വീഡിയോ ഞാൻ കാണണോ, എനിക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഞാൻ എന്റർടൈൻഡ് ആയാലും എനിക്ക് എന്റർടൈൻ ചെയ്യാൻ 100 ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരാളെ സ്പെസിഫിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ നിങ്ങൾക്ക് യുണീക്ക് ആണെങ്കിൽ അവർക്ക് ആ വാല്യൂ നിങ്ങളിൽ നിന്ന് തന്നെ കിട്ടത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒബ്വിയസ്ലി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് പാഷൻ്റെ ഒരു എലമെന്റ് ഉണ്ട്. പാഷൻ മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഞാൻ ഓട്ടത്തിനെ പറ്റി പാഷനേറ്റ്, ഇപ്പം നാളെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ബ്ലോക്ക് ആയാലും ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ ഓട്ടം എന്ന് പറഞ്ഞത് ഞാൻ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം. ആ പാഷൻ ആളുകൾക്ക് സെൻസ് ചെയ്യും. മനുഷ്യന് അതിനുള്ളൊരു സെൻസ് ഉണ്ട്. അപ്പം ഈ സാധനം മാനുഫാക്ചർ ആണോ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ആളുകൾക്ക് മനസ്സിലാവും. പാഷൻ റിയൽ ആയിട്ട് സെൻസ് ചെയ്യുന്നിടത്ത് ഐ തിങ്ക് ഇറ്റ് ഈസ് വൈറൽ. പാഷൻ വൈറലാണ്. ഇപ്പം എൻ്റെ പാഷൻ ഓട്ടത്തോടുള്ളത് കണ്ട് ആളുകൾ അത് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാകാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തിയറീസ് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി തെറ്റായിരിക്കാം. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ പറയുന്ന കോണ്ടന്റോ ഞാൻ പറയുന്ന കാര്യങ്ങളോ ഔട്ട് ഓഫ് ദ വേൾഡോ റോക്കറ്റ് സയൻസോ ഒന്നും അല്ല. ഞാൻ വലിയൊരു സംഭവമല്ല. പക്ഷെ എന്തുകൊണ്ടോ ആളുകൾക്ക് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അല്ല, വീഡിയോ എടുക്കുന്നതിൽ പോലും ഞാനൊരു ഡിഫറൻസ് കണ്ടു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പറയുന്ന ഓരോ സെന്റൻസും ക്യാമറ ഓരോ ആംഗിളിലാണ് വെക്കുന്നത്. ശരിയാണോ? ഐ മീൻ ഷോട്ട് പല സൈഡിൽ നിന്ന് വരുന്നു, പല രീതിയിൽ ഷോട്ടുകൾ എടുക്കുന്നു. അപ്പൊ അങ്ങനെ കൂടെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ക്യാമറ ഞാൻ മാറ്റാറേ ഇല്ല. ക്യാമറ ഒരേപോലെ തന്നെ വെക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കും. പക്ഷെ ഞാനാണ് ശരിക്കും മാറുന്നത്. അത് എനിക്കിത് ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോൾ മീഡിയ പഠിച്ചതാണെങ്കിൽ എനിക്ക് ഇതിന് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് കോളേജിലെ ആൾക്കാർക്ക് അറിയോ, പ്രിൻസിപ്പളിനൊക്കെ അറിയോ? അതൊക്കെ അറിയാതെ അറിയുന്നൊരു പോയിന്റ് ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നമ്മളെ അടിച്ചിറക്കുന്നുള്ളത് പോയിന്റ്. അപ്പൊ ബേസിക്കലി എനിക്കിതിനെപ്പറ്റി അറിവില്ല. ഞാനിത് ചെയ്ത് തുടങ്ങി പഠിച്ചതാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എഡിറ്റിങ്ങിന്റെ പല കാര്യങ്ങളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ഓട്ടോമേറ്റ് ചെയ്ത് കമന്റ് ഒക്കെ DM അയക്കാന്നുള്ളൊരു പരിപാടി മനസ്സിലായത്. അങ്ങനെയാണ് ആ വീഡിയോയിൽ അത് ചെയ്തത്. അപ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്തിരിക്കുക. നിങ്ങളൊരു കീവേഡ് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതൊക്കെ ഞാൻ പഠിച്ച് വരുന്ന പരിപാടികളാണ്. അതുകൊണ്ട് ഈ ക്യാമറ ആംഗിളിന്റെ കാര്യമെല്ലാം എനിക്ക് വിഷ്വലി കാണാൻ എങ്ങനെയാണോ രസം ഉണ്ടാകുക ആ രീതിയിൽ ഞാനങ്ങ് ചെയ്തു വെക്കുക. പിന്നെ ഇതിൽ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജിന്റെ ഒരു ക്വാളിറ്റിയാണ് ഇപ്പോഴും ഐ തിങ്ക് നിങ്ങളുടെ വിഷ്വൽ ഔട്ട്പുട്ട് കൊണ്ട് മാത്രം പോകുന്ന വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ ഫോട്ടോഗ്രാഫർമാരെ ആയിരിക്കും, വീഡിയോഗ്രാഫർമാരെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഓഫ് ദ കോണ്ടന്റ്, പറയുന്ന കാര്യത്തിലെ വാല്യൂ, അവർക്കുള്ള നമ്മൾ കാണുന്നവർക്കുള്ള യൂസ്, അതിലാണ് ഏറ്റവും വലിയ ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഫോളോവേഴ്സ് നമ്മുടെ ഒരു വീഡിയോ കണ്ടു, ഫോളോവേഴ്സ് അല്ല, സാധാരണ ഒരു ഓഡിയൻസ് നമ്മുടെ ഒരു വീഡിയോ കണ്ടു, അവർക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവർ പിന്നീട് തീരുമാനിക്കുകയാണ്. നമുക്ക് വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇപ്പം നമ്മളൊരു സാധനം പോസ്റ്റ് ചെയ്തു, വീണ്ടും അത് തന്നെ പോസ്റ്റ് ചെയ്തു. സോ സെയിം സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇത് എനിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം സെയിം ആയി പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള തോന്നൽ കാരണം പലരും, അല്ലെങ്കിൽ ക്വാളിറ്റി കുറയുന്നുണ്ടോ, ഇങ്ങനെ തോന്നൽ കാരണം പലരും പതുക്കെ വലിയാൻ തുടങ്ങി. ഈ വലിച്ചിൽ ഒഴിവാക്കാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ എന്താ ചെയ്യുന്നത്?
എനിക്കിത് വളരെ ഒരു പ്രശ്നമാണ്. എനിക്കിത് ബേസിക്കലി ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഭയങ്കര മെന്റൽ ബ്ലോക്കിലെത്തും, നമുക്കൊന്നും പറയാനില്ല. പിന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നും ചില വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ഇടാത്ത 10-15 വീഡിയോസ് ഉണ്ട്. കാരണം അത് പിന്നെ കണ്ടു നോക്കുമ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊരു മെന്റൽ ബ്ലോക്കാണ്. ഞാൻ പക്ഷെ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ ഐഡിയാസ് കിട്ടാറില്ല വീഡിയോസിന്. അപ്പോൾ അന്നേരം ഞാൻ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് നോട്ട്സ് ആപ്പിൽ ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കുറിച്ചിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ആംഗിളിലേക്ക് ഈ ഒരു സ്പേസിനുള്ളിൽ ഞാൻ ആ പേജിൽ ഒരു റണ്ണിങ് അല്ലെങ്കിൽ ഹെൽത്തിനെ പറ്റി ഫിറ്റ്നസിനെ പറ്റി അല്ലാത്ത ഒരു സാധനം ഇട്ടിട്ടില്ല, ഇനി ഇടുകയില്ല. കാരണം എന്നെ ആളുകൾ ഫോളോ ചെയ്തതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് എൻ്റെ ലൈഫ് കാണാനോ അല്ലെങ്കിൽ ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്ന കാണാനോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പാട്ട് കേൾക്കാനോ അല്ല. അതിന് മറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ആ സ്പേസിൽ കിങ്സ് ആയവരുണ്ട്. എന്നെ ഫോളോ ചെയ്തതിൻ്റെ കാരണം ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് അഡ്വൈസ് അല്ലെങ്കിൽ ബെറ്റർമെൻറ്റ്, ലൈഫ് ബെറ്റർമെൻറ്റ്, ഇംപ്രൂവ്മെൻറ്റ്. അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ. അതിൻ്റെ പല ആംഗിൾസ്. ഇപ്പം ഇതിൽ തന്നെ ഞാനിപ്പം ചിന്തിക്കുന്നത് പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് വെച്ച് ഞാൻ ചിന്തിക്കുന്നത്, നമ്മളിപ്പോൾ ക്രിയേഷൻ്റെ ഒരു സ്പേസിലോട്ട് പോകാൻ ഹെൽത്തിൽ നിന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത്തിരി വണ്ണം കൂടുതലുള്ളവർ പക്ഷെ ഓടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ട്. അവർക്ക് അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കൺസേൺസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ള പേടിയുണ്ട്, അവർക്ക് ഇതിൽ മുട്ടിന് പ്രശ്നമുണ്ടാവും, ആംഗിൾ ഇഷ്യൂസ് ഉണ്ടാവുമോ, വെയിറ്റ് കൊണ്ടുകൂടി, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇവർക്കത് ചോദിക്കാൻ പോലും മടിയാണ്. കാരണം അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അത് വണ്ണത്തിന്റെ ഒരു പിൻവലിവ് ഉണ്ടാവും. അപ്പൊ ഞാൻ പ്രൊആക്റ്റീവായിട്ട് അങ്ങോട്ട് ചെന്ന് അവർക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അത് തന്നെയാണ് ഈ പ്ലാനും. പ്ലാനിന്റെ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചു കമന്റ് ഇട്ടാൽ ഇപ്പം ഞാൻ കമന്റ് ഇട്ടാൽ എൻ്റെ ഫ്രണ്ട്സിന് ആ വീഡിയോ ചിലപ്പോൾ പോകും. അങ്ങനെ കണ്ട് ഒരു അപകർഷതാബോധം തോന്നേണ്ട, നിങ്ങൾ ആ കമന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് DM കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ബേസിക്കലി ഞാൻ കംപ്ലീറ്റ്ലി എനിക്കിതിനകത്ത് റീച്ചിലും കമന്റ് ഫാമിങ്ങും ഒന്നും അല്ല, പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്നുള്ളതാണ്. അതാണ് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പാറ്റേണും അത് തന്നെയാണ് ആളുകൾക്ക് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഈ മലയാളിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറിയതായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പഴയിടമുണ്ടല്ലോ ഭക്ഷണം, നമ്മുടെ കലോത്സവത്തിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പണ്ട് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പണ്ടൊക്കെ ഈ കല്യാണങ്ങൾക്ക് സദ്യ ഉണ്ടാക്കുമ്പം റൈസ് ചോറ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കണമായിരുന്നു, മീൻസ് കിലോ കണക്കിന് അരിയുടെ ചോറ് ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ ഇന്ന് ചോറിന്റെ അളവ് കുറച്ചിട്ട് കറി കൂടുതലായിട്ട് ആൾക്കാർ കഴിക്കാൻ തുടങ്ങി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ മലയാളിയുടെ ഒരു ആഹാരം അല്ലെങ്കിൽ അയാളുടെ ഈ ഹെൽത്തും ഒക്കെ വെച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് സങ്കല്പം മാറിയതായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? അത് മാറാതെ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ എത്തി. കാരണം ജീവിതശൈലി രോഗങ്ങളും പണ്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു 60s 70s 80s എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കഴിക്കും, ഓക്കെ, ചോറ് കൂടുതൽ കഴിക്കും. പക്ഷെ അപ്പോൾ ഔട്ട്പുട്ട് പുറത്തിറങ്ങി അധ്വാനിക്കേണ്ട ജോലികളായിരുന്നു കൂടുതൽ. കമ്പ്യൂട്ടർ ഓഫീസ് ജോലികൾ കുറവായിരുന്നു. കൃഷി അല്ലെങ്കിൽ എന്താണെങ്കിലും അങ്ങനത്തെ മേഖലയിലായിരുന്നു ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അധ്വാനം കൂടുതൽ കഴിക്കാം. കാലം മാറി കമ്പ്യൂട്ടർ ജോലികളായപ്പോഴും അധ്വാനം കുറഞ്ഞു വന്നു, കഴിപ്പ് കുറഞ്ഞില്ല. അപ്പോൾ ഇവൻച്വലി 2005, 10, 15 ആയപ്പോൾ കേരളത്തിൽ ഹോസ്പിറ്റൽ ബിസിനസ്സേ ഇല്ല. കേരളത്തിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് നിങ്ങൾ ഓടിച്ചാൽ നല്ല പക്ക ബോർഡിങ്സ് നിൽക്കുന്ന എല്ലാം ഹോസ്പിറ്റലിന്റെ പരസ്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കയറി ഇറങ്ങണമെങ്കിൽ നാട്ടിൽ ഇപ്പോൾ 8-10 ലക്ഷം രൂപ വേണം. അതായത് ഇൻഷുറൻസ് ഇല്ലാതെ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊരു നീഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഹെൽത്തി ആവേണ്ട ഒരു നീഡ്, എക്കണോമിക് നീഡ് അവിടെ ക്രിയേറ്റഡ് ആയി. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവിന് പറ്റുന്നത് കാണുകയാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂടെ പഠിച്ചവന് ഇത് ഹാർട്ട് അറ്റാക്ക് ആയി ഇരിക്കുന്നു. ആ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ ചോറ് കട്ട് ചെയ്ത് പോകും ഹെൽത്തിലേക്കുള്ള. അതും ഇപ്പൊ ഈ കോണ്ടന്റിന്റെ ഒരു വളർച്ച അത് തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആളുകൾ ഇത് കണ്ട് അവർക്ക് ചേഞ്ച് വരണം. പക്ഷെ അറിയില്ല എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചേഞ്ച് ചെയ്യണമെന്ന് അറിയില്ല. അവിടെയാണ് അവർ ഈ ഫിറ്റ്നസ് ക്രിയേറ്റേഴ്സിന്റെ കോണ്ടന്റ് വെച്ച് ഇമ്പ്രൂവ് ആവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതാണ് ഇന്നവിറ്റബിൾ ആണ് ആ ചേഞ്ച് വരുന്നതിൽ സന്തോഷം. ഇനിയും മാറാനുണ്ട് ഈ ബിഹേവിയർ.